കെട്ടിക്കൊണ്ട് പോയാനാണെ വിളിച്ചോണ്ട് പോകുമോ എന്നാ അവന്റെ സ്വസ്ഥത പോലും ഇവിടെയാണെങ്കിൽ ഞങ്ങളുടെ നാശം. നല്ല ചുരിദാർ അല്ലേ, മഞ്ഞ കളറിലെ നല്ല രസമുണ്ട് കാണാൻ. നല്ല ചുരിദാർ. എല്ലാം ഇത്യ ഇതെന്താ ഇനി ഇവിടെ വന്ന് കുത്തിരിക്കുന്നേ? എനിക്ക് ലേശം ജ്യൂസ് അടിച്ചു കൊടുക്കറ ഇവക്ക്. എന്താ ആദരേച്ചിക്ക് അങ്ങ് പോയി അടിച്ചു കുടിച്ചൂടാ? എല്ലക്കളെ ഓള് 2-3 ദിവസമായില്ലേ നമ്മളെടുത്ത് പാർക്ക് ഞാൻ വന്നിട്ട് അന്നേരം ഓളെ കൊണ്ട് നമ്മൾ പണിയെടുപ്പിക്കുന്ന. എന്ത് പണി? ജ്യൂസ് അടിച്ചു കൊടുക്കുന്ന എത്ര മാത്രം പണിയാ? വേണ്ടത് എന്തെന്നാന്ന് വെച്ചാൽ എടുത്തു കുടിക്കുക, അല്ലെ പിന്നെ അമ്മ അങ്ങ് അടിച്ചോ. ഇവിടെ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഞാൻ ഇവിടെ കിടന്ന് പണിയെടുത്തിട്ട് ആരും എന്നെ സഹായിക്കാൻ വന്നിട്ടില്ലല്ലോ. ജ്യൂസ് പോലെ അടിച്ചു കുടിച്ചൂടാ? അമ്മ ഇവിടെ ഇരുന്നിട്ട് ഇങ്ങനെ ഫോൺ കാണുന്നതൊന്നും ഇവക്ക് പിടിക്കുന്നില്ല തോന്നിട്ടാ. പോയി അടുക്കളയിൽ നിന്ന് പണിയെടുത്തോളാൻ പറ. ഓടി പോയി അടുക്കള പോയിട്ട് എന്തെങ്കിലും പണിയെടുത്ത് കെട്ടിച്ചു വിട്ടാലേ കെട്ടിയോന്റെ വീട്ടിലാ നിക്കണ്ടേ, അല്ലാണ്ട് ഓടി ഓടി ഇങ്ങോട്ട് വരുമല്ലോ വേണ്ടേ. അതിന് ഓൾ ഇന്റെ പുരയിൽ നിന്നല്ലോ വന്നേ, ഓളോളെ പുരയിൽ പാർക്കാൻ വന്നല്ലേ. പ്രതീക്ഷ നിങ്ങൾ വരട്ടേട്ടാ, നിങ്ങളെ ഈ കളി ഞാൻ പറഞ്ഞു കൊടുക്കാം. ഓൻ വരട്ടെ, ഓൻ വരുവൻ തന്നെ ഞാളും കാത്തിരിക്കുന്നേ. ഇതന്നല്ലേ ഇത് സ്വഭാവം. ഇതന്നല്ലേ എന്റെ സ്വഭാവം. അമ്മ എന്ത് ചെയ്യുന്നു എന്ത് കുറ്റമുണ്ട് നോക്കിട്ട് പറഞ്ഞു കൊടുക്കലല്ലേ. ആ നിന്റെ സ്വഭാവമാണ് നിന്റെ വീട്ടിലെ. ഇതെന്താ ഇവിടെ എന്താ പൂരപ്പറമ്പാ? അങ്ങോട്ടും ഇങ്ങോട്ട് ആൾക്കാർക്കൊന്നും താമസിക്കാൻ ഓടിക്കൊന്നും വേണ്ട. നിങ്ങളെ സൗണ്ട് വേണ്ടി ഇവിടെ നിങ്ങളെന്താ നാണം കെടുത്തനായിട്ടിരിക്കും എന്നെ? എന്തെന്നാ ഇത്? എന്തെന്നാ നിങ്ങളെന്താ പ്രശ്നം? എന്നാ പ്രശ്നം ഞാക്കല്ലടാ, ഇവക്കാ പ്രശ്നം. ഇന്റെ ഓളോട് ചോദിക്കുക എന്തെന്നാ പ്രശ്നം. എന്ത് പ്രശ്ന? രണ്ടും കൂടി നേരം വരുത്താനിച്ചിന്റെ സോഫ കയറിയിരിക്കും, ഒരു പണി എടുക്കൂല, എന്നിട്ട് എല്ലാം എന്നോട് ഇങ്ങ് ഓർഡർ എടുക്കും. ഞാനിവിടെ വന്നാലുള്ള പ്രശ്നം എനിക്കെന്ത് പ്രശ്ന? ഇവളിവിടെ വന്ന് നിൽക്കുന്നേന് എന്നോട് പ്രശ്നം തന്നെ. എനിക്ക് ഞാൻ ഇവിടെ വരുന്നത് എനിക്ക് ഇഷ്ടമല്ല. എനിക്ക് ഇഷ്ടമില്ലെന്നല്ല, നിങ്ങൾ എന്നോട് ഓർഡർ ഇടാൻ നിൽക്കരുത്. ഓർഡർ ഇട്ടിനി നീ തന്നെയല്ല എന്നോട് ഓർഡർ ചെയ്യുന്നേ. എന്തെന്നാ ഇത്? കല്യാണം കഴിച്ച് അന്ന് മുതൽ തുടങ്ങിയല്ലേ ഇത്? പറഞ്ഞാൽ മനസ്സിലാവില്ലെങ്കിലേ തമാവല അടിച്ചങ്ങ് മരിക്കി. എല്ലാം ഇതും പറഞ്ഞേടി അങ്ങ് മോള് കരിപ്പോന്നേ. ഇനി ഇതിനൊരു പരിഹാരം ഉണ്ടാക്കാണ്ട് ഞങ്ങൾ മോള് കരിപ്പോന്നാ. എനിക്ക് ഇവളോ വേണ്ട ഞാളോ വേണ്ടെന്ന് ആദ്യം തീരുമാനിക്കും. ഞാനോ വേണ്ട ഇവരോ വേണ്ടെന്ന് പറ. പരിഹാരം നിങ്ങൾക്ക് വേണ്ടേ? എനിക്കും പരിഹാരമല്ല വേണ്ടേ? പരിഹാരം ഇപ്പം ഉണ്ടായിത്തരേ. കുറെ കാലം ഇത് തുടങ്ങിയിട്ട് കല്യാണം കഴിച്ച് അന്ന് മുതൽ കേൾക്കാൻ തുടങ്ങിയതാ. അമ്മയും കണക്കാ ഭാര്യയും കണക്കാ, എല്ലാവരും ഇരിക്കുന്നു ഒരുപോലെ. പരിഹാരം അല്ലേ നിങ്ങൾക്ക് വേണ്ടേ? പരിഹാരം ഞാൻ പറഞ്ഞുതരാം. പരിഹാരം ഞാൻ ഉണ്ടായിത്തരാം. എനിക്ക് ഭാര്യയുമാണ് അമ്മയുമാണ് പെങ്ങളുമാണ്. നിങ്ങൾ എന്നീ പുറയിലെ അടിയിലാണ്ടിരിക്കുന്നോ അന്നേ ഞാൻ ഇനി പുറയിലേക്ക് തിരിച്ചു വരുന്നത്. അതുവരെ നിങ്ങൾ അങ്ങോട്ട് തമ്മാവി കുത്തുവോ പിടിക്കോ മരിക്കോ എന്തെന്ന് വെച്ച് ചെയ്തോ.